നിന്ന് മോങ്ങാതെ ആ പാത്രം മുഴുവൻ കഴുകി വെക്കടി. വീണ അലറിയതും അച്ചു പേടിയുടെ പാത്രം കഴുകാൻ തുടങ്ങി. രാവിലെ അവർ മുളക് പൊടി തീറ്റിച്ചപ്പോൾ ജീവൻ പോകും പോലെ തോന്നി അവൾക്ക്. ഒരു തുള്ളി വെള്ളം പോലും അവളെ കുടിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴായിരുന്നു അവൾക്ക് എരിവിനൽപ്പം ആശ്വാസം കിട്ടിയത്. അവളൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയപ്പോൾ മുതൽ അവർ അവളെ കൊണ്ട് ഓരോ പണികൾ ചെയ്യിപ്പിച്ചു. അച്ഛനിപ്പോ ബീനയുടെ നിഴലിനോട് പോലും ഭയമാണ്. പാത്രം കഴുകി കഴിഞ്ഞതും ബീന അവളെ ഒന്ന് ഇരുത്തി നോക്കി. മുഖവും കണ്ണും ചുണ്ടും എല്ലാം ചുവന്നു വീങ്ങിയിട്ടുണ്ട്. അവർക്കത് കണ്ടപ്പോൾ ഉള്ളിൽ ചെറിയ പേടി തോന്നി. ഡെവിയോ ഡെറിയോ അറിഞ്ഞാലുള്ള തന്റെ അവസ്ഥ ഓർത്ത് ബീന ഒരൽപ്പായിരുന്നു. എന്നിത് മതി, പോയി കുളിച്ച് വൃത്തിയായിട്ട് താഴേക്ക് വാ. അവർ ആജ്ഞാപിച്ചതും അച്ചു ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ റൂമിലേക്ക് ഓടി. അവൾക്ക് തന്റെ അവസ്ഥ ഓർത്ത് സ്വയം സഹതാപം തോന്നി. ബീന, ആ സ്ത്രീ തന്നെ എന്തിനാണ് ഇങ്ങനെ നോവിക്കുന്നത്? എന്തിനാണ് എല്ലാവരും തന്നെ വെറുപ്പോടെ നോക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരവും അവൾക്ക് കിട്ടിയിരുന്നു. കാരണം അവരുടെ ഒക്കെ കണ്ണിൽ അവൾ ഒരു വേശ്യയാണ്. പണത്തിന് വേണ്ടി സ്വന്തം മാതൃത്വത്തിനെ പോലും വിറ്റവളാണ്. അച്ഛന്റെ മിഴികൾ നീറിപ്പുകഞ്ഞു. ബെഡ്റൂമിലെ വാളിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഡെബിയുടെ ചിത്രത്തിലേക്ക് അവൾ നിസ്സഹായമായി ഒന്ന് നോക്കി. ആ ഫോട്ടോയിൽ പോലും അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം ദേഷ്യമാണെന്ന് അവൾക്ക് തോന്നി. എന്തിനാ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത്? എനിക്ക് ആരും ഇല്ലാത്തോണ്ടാണോ? എന്നോടെന്തിനാ ഇങ്ങനെയൊക്കെ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവൾ അവന്റെ ചിത്രത്തിലേക്ക് നോക്കി പരിഭവിച്ചു. ഇതേ സമയം ഓഫീസിൽ തകർത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡെബിയുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം നിറഞ്ഞു. അസ്വസ്ഥതയോടെ അവൻ ടേബിളിലിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്ത് കുറച്ച് വെള്ളം കുടിച്ചു. അവന്റെ മനസ്സാകെ കലുഷിതമായി. കാരണം അറിയാതൊരു വേദന അവനിൽ പിടിമുറുക്കി. അല്പസമയം അവൻ ചെയറിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് കണ്ണടച്ചു. അച്ചുവിന്റെ മുഖം മനസ്സിൽ നിറഞ്ഞതും അവന്റെ ചുടികളൊന്ന് വിടർന്നു. ആ കുഞ്ഞിപ്പെണ്ണിനരികിലേക്ക് ഓടിയെത്താൻ അവന്റെ മനസ്സ് തുടിച്ചു. അതേസമയം ഡെറിയുടെ മിഴികൾ ആ ഒരുവനിൽ പതിഞ്ഞു. അല്പം ഗൗരവത്തോടെ ഏതോ ഒരുത്തനെ ചീത്ത പറയുന്ന പോലീസ് ഓഫീസർ. അവന്റെ ദേഷ്യത്തിനനുസരിച്ച് മാറി മറിയുന്ന മുഖഭാവങ്ങൾ എന്തോ. വെറുതെ അതെല്ലാം ഡെറി നോക്കിയിരുന്നു. പെട്ടെന്നാണ് ആ മിഴികൾ ഡെറിക്ക് നേരെ നീണ്ടത്. പിടപ്പോടെ അവൻ തന്റെ മുഖം മാറ്റി. അന്ന് അച്ചുവുമായി ഔട്ടിങ്ങിന് പോയ ദിവസം പോലീസ് ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് തന്നെ തുറിച്ചു നോക്കിയവന്റെ മുഖം ഓർമ്മ വന്നതും ഡെറി വല്ലായ്മയോടെ അവനിൽ നിന്ന് നോട്ടം മാറ്റി. ഇതേ സമയം കാശിയും ഡെറിയെ സൂക്ഷിച്ചു നോക്കി. അവനും എന്തോ അസ്വസ്ഥത തോന്നിയതും അവൻ വേഗം അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ഒരുത്തനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് തന്റെ ഹൃദയം ഇങ്ങനെ പിടയുന്നതെന്ന് കാശി ചിന്തിച്ചു പോയി. നടന്ന് ദൂരേക്കകലുന്ന കാശിയെ കണ്ടപ്പോൾ ഡെറിയുടെ മിഴികൾ എന്തിനെന്നറിയാതെ ഒന്ന് കൂർത്തുപോയി. അച്ചു കുളിച്ച് വൃത്തിയായി വേഗം താഴേക്ക് ചെന്നു. അവളുടെ മുഖത്തെ ചുവപ്പെല്ലാം മാറിയിരുന്നു. അവളെ കണ്ടത് ബീനയ്ക്കൽപ്പം ആശ്വാസം തോന്നി. അവർ അവളെ തുറച്ചു നോക്കിയതും അച്ചു പേടിയോടെ തല കുനിച്ചു നിന്നു. ബീന അവളോട് എന്തോ പറയാനായി വായ തുറന്നതും പെട്ടെന്ന് ആ മനുഷ്യനിലേക്ക് ഇരച്ചു വന്നൊരു കാറിന്റെ ശബ്ദത്തിൽ അവർ നിശബ്ദയായി. അച്ചു ഇതൊന്നും ശ്രദ്ധിക്കാതെ പേടിയോടെ നിൽക്കുകയായിരുന്നു. മറ്റു സ്റ്റാഫുകളൊക്കെ അവരുടേതായി ജോലികൾ ചെയ്തുകൊണ്ട് ഓരോ കോണിലായി നിൽപ്പുണ്ട്. ഡെവി വണ്ടി ഒതുക്കിയിട്ട് നേരെ അകത്തേക്ക് പാഞ്ഞു വന്നു. ഗാർഡ്സ് എല്ലാം അവനെ കണ്ട് ബഹുമാനപൂർവ്വം തല കുനിച്ചു. കൂട്ടത്തിൽ പ്രധാനി എന്ന് തോന്നുന്ന ഒരു ഗാർഡിന്റെ അടുത്തെത്തിയതും ഡെവി ഒന്ന് നിന്നു. അവളെവിടെ? ഗൗരവം നിറഞ്ഞ ആ ചോദ്യം കേട്ട് അയാൾ ബഹുമാനത്തോടെ അവനെ നോക്കി. മാഡം കിച്ചണിലുണ്ട് സർ. തനിക്ക് വേണ്ട ഉത്തരം കിട്ടിയതും അവൻ വേഗം കിച്ചൺ ലക്ഷ്യം വെച്ച് നടന്നു. ഇതേ സമയം ബീനയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ആകെ പതറി നിൽക്കുകയാണ് അച്ചു. തനിക്ക് മുമ്പിൽ വിളമ്പി വെച്ച ആഹാരത്തിലേക്ക് അവൾ അത്ഭുതത്തോടെ നോക്കി. സാധാരണ പോലെയല്ല, നല്ല ചൂട് ചപ്പാത്തി മട്ട സ്റ്റൂ ആണ് അവർ അവൾക്ക് മുമ്പ് എടുത്തു വെച്ചിരിക്കുന്നത്. അച്ചുവിനത് കഴിക്കാൻ പേടി തോന്നി. അവർ തന്നെ ഇനി കളിയാക്കുകയാണോ എന്ന് പോലും അവൾ സംശയിച്ചു പോയി. ആഹാരം കഴിക്കാതെ മടിച്ചു നിൽക്കുന്ന അച്ചുവിനെ അവളെ ഗൗരവത്തോടെ കഴിക്കാൻ നിർബന്ധിക്കുന്ന ബീനയും കണ്ടുകൊണ്ടാണ് രവി അവിടേക്ക് വന്നത്. ആ കാഴ്ച അവന് ദേഷ്യമാണ് വരുത്തിയത്. അവനെ കണ്ടതും ബീന വേഗം ബഹുമാനപൂർവ്വം മാറി നിന്നു. എന്താ ഇവിടെ? ഉറച്ച അവന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ അവിടെ ഉയർന്നതും അച്ചു ഞെട്ടി വിറച്ചുകൊണ്ട് മുഖമുയർത്തി രവിയെ കണ്ടു. അവളിൽ ഭയം നിറഞ്ഞു. അത് സാർ, ഈ കുട്ടി ആഹാരം കഴിക്കാൻ നല്ല മടിയാണ്. ഞങ്ങൾ എത്ര ദേഷ്യപ്പെട്ടാലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും, ഒന്നും കഴിക്കില്ല. ബീന വിനയത്തോടെ പറഞ്ഞതും രവി അച്ചുവിനെ കൂർപ്പിച്ചു നോക്കി. എന്നാൽ ബീനയുടെ കള്ളം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അച്ചു. കഴിക്കേ. പെട്ടെന്ന് ഡെവിയുടെ ശബ്ദം അവിടെ ഉയർന്നതും അച്ചു പേടിയോടെ അവനെ നോക്കി. നോക്കി നിൽക്കാതെ ഇതെടുത്ത് കഴിക്കടി. ഇതിന്റെ പേര് നിന്നെ ഇവിടെ ആര് വഴക്ക് പറഞ്ഞാലും ശിക്ഷിച്ചാലും ഞാൻ അവരുടെ കൂടെ നിൽക്കും. നിങ്ങളോടും കൂടിയ ഇവൾ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ എന്നെ അറിയിച്ചേക്കണം. ഡെവി അവൾക്ക് നേരെ അലറിയതും അച്ചു പേടിച്ച് കണ്ണു നിറച്ചു. ആ നിമിഷം ആ പൊട്ടിപ്പെണ്ണ് മനസ്സിൽ കരുതിയത് ഡെവിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ബീന തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ്. അവന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന സ്നേഹമോ കരുതലോ
അവൻ പറഞ്ഞ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥമോ ഒന്നും അവൾക്ക് മനസ്സിലായില്ല. തന്നെ ആഹാരം കഴിക്കാൻ അവൻ നിർബന്ധിക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ തന്നെ അവൻ എന്തിനോ വേണ്ടി ശിക്ഷിക്കുകയാണെന്ന് ആണ് അവൾ കരുതിയത്. പേടിയോടെ അച്ചു അവൾക്ക് മുമ്പിൽ എടുത്തു വെച്ച ആഹാരപാത്രം കയ്യിലെടുത്തു. ഡെവി മാറി കൈകൾ കെട്ടി അവളെ തുറിച്ചു നോക്കി നിന്നു. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അച്ചു വേഗം ഭക്ഷണം വായിൽ കുത്തിക്കേറ്റി. തന്നെ പേടിച്ചാണ് അവൾ അങ്ങനെ കഴിക്കുന്നതെന്ന് കരുതി ഡെവി അത് വലിയ കാര്യമാക്കിയില്ല. അവൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. അവിടെ നിറയെ ജോലിക്കാർ സ്ത്രീകളായിരുന്നു. ഇത്രയും സ്ത്രീകൾക്കിടയിൽ അച്ചു സന്തോഷവതിയായിരിക്കുമെന്ന് ഡെവി കരുതി. അതുകൊണ്ടാണ് അച്ചു കൂടുതൽ സമയം കിച്ചണിലാണെന്ന് അറിഞ്ഞിട്ടും അവൻ അതിനെ തടയാതിരുന്നത്. സ്ത്രീകൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലമായതുകൊണ്ടും അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും തോന്നാതെ ഇരിക്കാനും വേണ്ടി കിച്ചണിൽ അവൻ കൂടുതൽ റൂൾസ് ഒന്നും വെച്ചിരുന്നില്ല. ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കിച്ചൺ ഹെഡായ ബീനയുടെ ലാപ്പിൽ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതിലൊന്നും അവർ ഇടപെടാറുമില്ല. കിച്ചൺ സ്റ്റാഫുകൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ലീവ് കൊടുക്കുന്നതും എല്ലാം ബീന തന്നെയായിരുന്നു. അതുപോലെ അവരുടെ ഇടയിൽ കിച്ചൺ ഭാഗത്ത് ഗാർഡ്സും വേണ്ടെന്ന് ഡെവി തീരുമാനിച്ചിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ തികച്ചും ഒരു തരത്തിലും മാനസികമായി ബുദ്ധിമുട്ടരുത് എന്നവൻ ആഗ്രഹിച്ചു. കിച്ചൺ കാര്യങ്ങളിൽ അവനോ ഡെറിയോ ഇടപെടാറുമില്ല. ബീനയെല്ലാം കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടിയും വന്നിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ബീനയുടെ കളികളൊന്നും അവർ അറിഞ്ഞിരുന്നില്ല. അച്ചു വേഗം തന്നെ എല്ലാം കഴിച്ചു തീർത്തു. ആ സമയം അത്രയും ഡെവി അവളെ തന്നെ ഗൗരവത്തോടെ നോക്കി നിന്നു. കഴിച്ചു കഴിഞ്ഞതും അച്ചു ഡെവിയെ പേടിയോടെ നോക്കിക്കൊണ്ട് കയ്യിൽ പറ്റിയിരിക്കുന്ന കറി പുരണ്ട വിരൽ അവൾ സ്വന്തം വായിലിട്ടൊന്നും നുണഞ്ഞു. നിഷ്കളങ്കമായ അവളുടെ ആ പ്രവൃത്തി കണ്ട ഡെവിയുടെ ഉള്ളിൽ എവിടെയോ അവളോട് ഒരൽപ്പം വാത്സല്യം തോന്നിപ്പോയി. കൈ കഴുകിയിട്ട് വേഗം റൂമിലേക്ക് വാ, എനിക്ക് നിന്നോട് സംസാരിക്കണം. അവൻ കടുപ്പിച്ച് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്ന് റൂമിലേക്ക് പോയി. ഭയന്ന് നിൽക്കുന്ന അച്ഛനെ ബീന പുച്ഛത്തോടെ നോക്കി നിൽക്കാതെ വേഗം ചെന്ന് നിന്റെ ജോലി ചെയ്തി പിഴച്ചവളെ. ബീനയുടെ ക്രൂരമായ വാക്കുകൾ ആ കുഞ്ഞിപ്പെണ്ണിന്റെ മനസ്സിനെ ആകെ നോവിച്ചു കളഞ്ഞു. നിറഞ്ഞ മിഴികളോടെ അവൾ വേഗം ചെന്ന് കൈ കഴുകിയിട്ട് പേടിയുടെ റൂമിലേക്ക് നടന്നു. അവളുടെ പോക്ക് കണ്ട് ബീന അവളെ വെറുപ്പോടെ നോക്കി നിന്നു. ആ ഇച്ചയ! കവളിൽ കെട്ടിയ ആടിയ റോസി കണ്ണീരോടെ ജോണിയെ നോക്കി വിതുമ്പി. മിണ്ടിപ്പോകരുത് നീ! ആണും പെണ്ണും കെട്ടവനെ പറ്റി എന്റെ മാനം കളഞ്ഞ ആസത്ത്! നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അവനുമായിട്ട് ഇനി യാതൊരു ബന്ധങ്ങളും വെച്ചു പൊറപ്പിക്കല്ലെന്ന്. ജോണി റോസിയുടെ നേരത്തെ അടിച്ച കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് മുരണ്ടു. വേദന കൊണ്ട് അവരൊന്ന് പിടഞ്ഞുപോയി. ആ മതിയടാ ജോണിക്കുട്ടി, ഇനി കൂടുതൽ കിടന്ന് ചിലച്ചിട്ട് എന്നാത്തിനാ? നീ നമ്മുടെ ചെക്കനെ എങ്ങനെയും ഇങ്ങ് കൊണ്ടുവരാൻ നോക്ക്. ഏലിക്കുട്ടി തന്റെ മകനോട് കുടിലതയോടെ പറഞ്ഞു. ക്ഷമിക്കാഞ്ഞിട്ടാണോ? അമ്മച്ചിയും കുറെ പുറകെ ചെന്നില്ലേ? ആ നാശം പിടിച്ചവൻ എന്റെ ചെക്കനെ കൂടി പിടിച്ചു വെച്ചേക്കുവല്ലേ. ബിസിനസ് പോലും ഇപ്പൊ പഴയതുപോലെയല്ല. ആ നശിച്ചവനെ എന്നെ തകർത്തുകൊണ്ടിരിക്കുക. എന്നെക്കാളും ഉയർന്ന് വാശി കാണിക്കുക. ഡെവിയുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് അയാൾ അരിശത്തോടെ പറഞ്ഞു. ഡെറിയെ ഞാനിന്ന് പോയി കണ്ടിരുന്നു. പാവം നമ്മുടെ കൊച്ചൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയടാ. ഊവേ, നീ ഒരു കാര്യം ചെയ്. നിന്റെ ആ ചങ്ങാതിയില്ലേ സെബി, അവന്റെ മോള് സൂസിയെ നമ്മുടെ ചെക്കന് വേണ്ടി ഒന്ന് ചോദിക്ക്. ഏലിക്കുട്ടിയുടെ സംസാരം കേട്ടപ്പോ റോസിയുടെ ഉള്ളിൽ അവരോടുള്ള വെറുപ്പ് നിറഞ്ഞു. ഡെവിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നവരായിരുന്നു. ഡെവിയെ വാശിക്കാരനും മനസാക്ഷി ഇല്ലാത്തവനും ആക്കി വളർത്തിയത് അവർ ഒറ്റ ഒരുത്തിയാണ്. പണ്ടേ കുറച്ച് ഒതുങ്ങിയ സുഖക്കാരനായതുകൊണ്ട് ഡെറിയെ അവർ അത്ര ശ്രദ്ധിക്കാറുകൂടിയില്ലായിരുന്നു. ഞാൻ നേരത്തെ ചോദിച്ചത് അമ്മജി, അവർക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഡെറി വരണ്ടായോ? ഇതിപ്പോ നമ്മുടെ കുടുംബത്തുള്ളവർക്ക് മാത്രം ആ നശിച്ചവന്റെ കാര്യം അറിയൂ. നാട്ടിൽ ഉള്ളവരുടെ ഒക്കെ മുമ്പിൽ അവന് നമ്മുടെ അല്ലയോ? എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഡെവിയോട് ഒരു ഇഷ്ടം ബാക്കിയുണ്ടായിരുന്നു. അത്രയും അവനെ കൊഞ്ചിച്ച് വളർത്തിയതാണ് ആ അപ്പനും അച്ഛമ്മയും. നീ കൂടുതലൊന്നും ആലോചിക്കാതെ കല്യാണത്തിന് വാക്കു കൊടുക്ക. പിന്നെ നിന്റെ കെട്ടിയോളെ കൊണ്ടൊന്ന് വിളിപ്പിച്ചാൽ മതി. ഡെറിങ്ങി പാഞ്ഞു വന്നോളും. റോസിയെ ചൂണ്ടി അവർ പറഞ്ഞതും ജോണി അതിനെ ശരിവെച്ചു. അയാൾക്ക് തന്റെ ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിലും തന്നെ അവൾ അനുസരിച്ചും ഭയന്നും ബഹുമാനിച്ചും ജീവിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വഴക്ക് പറയാനും തല്ലാനും അയാൾക്ക് മടിയൊന്നുമില്ല. ഏലിക്കുട്ടി പതിയെ മുറിയിലേക്ക് നടന്നതും ജോണി റോസിയെ ഒന്ന് നോക്കി. തല കുമ്പിട്ട് നിന്ന് ശബ്ദമില്ലാതെ കരയുകയാണവർ. റോസി കൊച്ചേ, ഇച്ചയൻ അപ്പോഴത്തെ ദേഷ്യത്തിന് തല്ലിപ്പോയതാ. എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. അവരുടെ പതുങ്ങിയുള്ള കരച്ചിൽ കണ്ട് അയാൾ അവരെ ചേർത്ത് പിടിച്ചു. ജോണി എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. മുൻകോപം കൂടുതലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അയാൾ എടുത്തുചാടി പ്രതികരിക്കും. പലപ്പോഴും തന്റെ മകന്റെ ഈ സ്വഭാവത്തെ ഏലിക്കുട്ടി മുതലെടുക്കാറുണ്ട്. റോസി അയാളെ നോക്കി കഷ്ടപ്പെട്ടൊന്ന് പുഞ്ചിരിച്ചു. ജോണി അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരോട് ചേർന്നു. റോസി അല്പം പിടപ്പോടെ ചുറ്റും കണ്ണു പായിച്ചു. അവരുടെ ഈ ഭയവും വെപ്രാളവും ജോണിക്ക് എന്നും ഒരു തരം ലഹരിയാണ്. അതേസമയം വിറച്ചുകൊണ്ട് അച്ചു ഡെവിയുടെ മുറിക്ക് മുൻപിൽ എത്തി. അവിടെ നിൽക്കുന്ന ഗാർഡ്സ് എല്ലാം അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
ചോര കണ്ട അറപ്പുമാറിയ അവരിൽ പോലും ആ കുഞ്ഞിപ്പെണ്ണിനോട് വാത്സല്യം തോന്നിപ്പിച്ചു. അച്ചു പതിയെ ഡോർ തുറന്നതും ഡെവി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഡോർ അടച്ചു ലോക്ക് ചെയ്തു. നിമിഷ നേരം കൊണ്ട് ഇത്രയും നടന്നതും അച്ചു ഒന്ന് ഞെട്ടിപ്പോയി. ഡെവിയുടെ ഷർട്ടിൽ നിന്നും വമിക്കുന്ന വില കൂടിയ പെർഫ്യൂമിന്റെ സ്മെല്ലാണ് അവളെ സ്വഭാവത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. തന്റെ നെറ്റിയിൽ അറിഞ്ഞ തണുപ്പിൽ അവൾ ഞെട്ടിപ്പോയി. രവി അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് അവളുടെ ഇളം റോസ് ചുണ്ടുകളെ തള്ളവിരൽ കൊണ്ട് അമർത്തിയൊന്ന് തടവി. അവന്റെ പ്രവൃത്തിയിൽ അച്ചു ആകെ വിറച്ചുപോയി. അവളുടെ ശരീരത്തിലെ വിറയെ അവനും അറിയുന്നുണ്ടായിരുന്നു. വന്യമായൊരു പുഞ്ചിരി അവനെ നിറഞ്ഞു. നീ ഇവിടെ വന്നിട്ട് ദിവസം കുറച്ചേ. നിന്റെ ജോലി നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇതുവരെ ആയിട്ടും എന്റെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോടി പെണ്ണെ. വശ്യമായ അവൻ പറഞ്ഞതും അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവന്റെ ശ്വാസം പോലും അവളെ ഭയപ്പെടുത്തി. എന്നാൽ ഡെവി അവളുടെ ഭയത്തെ ആസ്വദിക്കുകയായിരുന്നു. അവൻ ആ ചെറിയ പെണ്ണിനോട് വല്ലാത്ത അഭിനിവേശം തോന്നി. പതിയെ അവളുടെ ചുണ്ടിലേക്ക് അവൻ തന്റെ ചുണ്ടു ചേർത്തു. ഒന്ന് പിടഞ്ഞ് കുതറിയ അച്ചുവിനെ അവൻ അടക്കി പിടിച്ചു. മറ്റെല്ലാം മറന്ന് അവൻ അവളിൽ ലയിച്ചുപോയി. ആ കുഞ്ഞി ചുണ്ടുകളെ വേദനിപ്പിക്കാതെ അവൻ നുണഞ്ഞെടുത്തു. തികച്ചും ശാന്തമായ ചുംബനം. അച്ചുവിന്റെ മിഴികൾ കൂമ്പി അടഞ്ഞുപോയി. ആ നിമിഷം അവളുടെ ഉള്ളിൽ ഡെറിയുടെ വാക്കുകൾ വന്ന് പതിഞ്ഞു. ഡെവി, അവനാണ് നിന്നെ സനാഥയാക്കിയത്. അവനാണ് നിന്റെ അവകാശി. അവന്റെ പെണ്ണായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാനെന്ന സഹോദരനെ പോലും കിട്ടിയത്. കുറച്ച് ദേഷ്യമുണ്ടെങ്കിലും എന്റെ ഡെവി പാവമാണ്. അവന് നിന്നെ ജീവനാണ് കുഞ്ഞി. അവനെ എന്റെ കൊച്ചു ഒരിക്കലും വെറുപ്പിക്കരുത്. ഡെറിയുടെ വാക്കുകൾ മനസ്സിൽ വന്ന നിമിഷം അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. തന്നെ ഇഷ്ടമാണെങ്കിൽ ഡെവി പിന്നെ എന്തിനാണ് ബീനയെ വെച്ച് തന്നെ ദ്രോഹിക്കുന്നത് എന്നവൾ ഓർത്തുപോയി. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവളുടെ കുഞ്ഞു തലയെ പുകച്ചു. ഡെവി അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കിയതും അച്ചുവിന്റെ മിഴികൾ മിഴിഞ്ഞുപോയി. ഡെവി അച്ചുവിനെ പതിയെ എടുത്ത് ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൾക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു. പിടയുന്ന മിഴികളോടെ അച്ചു അവനെ നോക്കി. ആ കുഞ്ഞിപ്പെണ്ണിന്റെ ഓരോ ഭാവങ്ങളും അവനെ മത്തുപിടിപ്പിച്ചു. അത്രയും നിഷ്കളങ്കവും ഓമനത്വവും തോന്നിപ്പിച്ചു അവളെ. ചെറിയ കുഞ്ഞിനെ പോലെ പേടിയോടെ തന്നെ നോക്കുന്നവളെ കണ്ട് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവളോട് വാത്സല്യം നിറഞ്ഞു. അവൻ ആ കുഞ്ഞിപ്പെണ്ണിന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കഴുത്തിൽ അവൻ കടിച്ചു നുണഞ്ഞതും നോവോടെ അവളൊന്ന് ഏങ്ങിപ്പോയി. അവളുടെ പിടച്ചിൽ അവൻ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് അവളുടെ ടോപ്പ് മുകളിലേക്ക് ഉയർത്തി. അവളുടെ മാറിൽ അവന്റെ കൈ പതിഞ്ഞതും അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. ഡെവി തന്റെ കയ്യിൽ ഒതുങ്ങാൻ പോലും ഇല്ലാത്ത ആ മൃദുലതയെ ശ്രദ്ധയോടെ തലോടി. അവൾക്ക് വേദനിച്ചാലോ എന്നൊരു ചിന്തയിൽ അവൻ അവളുടെ മാറിനെ ഞെരിച്ചുടയ്ക്കാൻ ശ്രമിച്ചില്ല. പതിയെ തഴുകുക മാത്രം ചെയ്തതും അച്ചു അവന്റെ തലമുടി തന്റെ രണ്ട് കൈകളും കൊരുത്തുകൊണ്ട് അവനെ തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു. അവളുടെ കുഞ്ഞു കൈകൊണ്ട് തന്നെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നത് ഓർക്കെ ഡെവിക്ക് ചിരി വന്നു. അവൻ അവളുടെ കഴുത്തിൽ ഒന്നുകൂടി അമർത്തി നുണഞ്ഞിട്ട് അവൾക്ക് നേരെ മുഖമുയർത്തി. കണ്ണുകൾ നിറച്ച മുഖമെല്ലാം ചുവന്നു തുടുത്ത് കിടക്കുന്നവളെ കണ്ട് അവൻ അവളുടെ നെറ്റിൽ പതിയെ ഒന്ന് ചുംബിച്ചു. അവളുടെ മിഴികൾ അടഞ്ഞതും അവൻ ആ നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചു കൊടുത്തു. ഇതിനൊക്കെ വെറുതെ ഇങ്ങനെ കിടന്ന് കരയാൻ നിന്ന് നിനക്കിനി കരയാൻ മാത്രം നേരം കാണും. അല്പം കടുപ്പത്തിൽ അവൻ പറഞ്ഞതും അവൾ അവനെ മിഴികൾ തുറന്നു നോക്കി. ചുണ്ടുകൾ വിതുമ്പി അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. നിനക്ക് എന്താടി? അവളുടെ നോട്ടം കണ്ട് അവൻ ഒറ്റപ്പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിനാ എന്നെ അവിടെയൊക്കെ തൊട്ടത്? പേടിയുണ്ടെങ്കിലും പരിഭവത്തോടെ ചോദിച്ചു പോയി അവൾ. അവളുടെ ചോദ്യം കേട്ടപ്പോ അവന് ദേഷ്യം തോന്നി. തന്റേതല്ലേ എന്നൊരു സ്വാർത്ഥ അവനെ വന്ന് പൊതിഞ്ഞു. നിന്നെ ഞാനല്ലാടി ആരാടി പിന്നെ തൊടാൻ? നിന്റെ എല്ലാം എനിക്കുള്ളതാണ്. ഞാനല്ലാതെ വേറെ ആരും നിന്നെ ഇനി ഈ ജന്മം തൊടില്ല. തൊടാൻ ഞാൻ അനുവദിക്കില്ല. ഇതെല്ലാം എന്റെ അവകാശമാണ്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി എന്റെ മരണം വരെ അവിടെ തന്നെ ഉണ്ടാകും. കണ്ണുകൾ ചുവപ്പിച്ച് പറയുന്നവനെ കാണാൻ അവളുടെ മിഴികൾ പേടിയോടെ പിടഞ്ഞു. അവൾക്ക് അവൻ പറഞ്ഞ കാര്യങ്ങളിൽ അധികം ഒന്നും മനസ്സിലായില്ല. തന്നെ തൊടാൻ അവൻ അവകാശമുണ്ടെന്ന് മാത്രം അവൾ മനസ്സിലാക്കി. ഡെവി അവളുടെ മുകളിൽ നിന്നും പതിയെ മാറി ഒരു വശത്തേക്ക് കിടന്നു. ജീവൻ തിരികെ കിട്ടിയതുപോലെ ബെഡിൽ നിന്നും ചാടി എഴുന്നേക്കാൻ ശ്രമിച്ചവളെ പൂച്ചക്കുഞ്ഞിനെ പോലെ ഒറ്റ കൈകൊണ്ട് തൂക്കിയെടുത്ത് അവൻ തന്റെ നെഞ്ചിലിട്ടു. പേടിയോടെ അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കിയതും അവൻ അവളെ അമർത്തി പുണർന്നുകൊണ്ട് കണ്ണടച്ചു. അവൻ ഉറങ്ങാൻ പോവാണെന്ന് മനസ്സിലായതും അച്ചു അവന്റെ നെഞ്ചിൽ അനങ്ങാതെ പതുങ്ങിക്കിടന്നു. ഡെറി വീട്ടിലേക്ക് കയറി വരുമ്പോൾ രാത്രി 8 മണിയായിരുന്നു. അവൻ അച്ചുവിന് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അവൻ അറിയാവുന്ന ഒരു തട്ടുകടയിൽ നിന്ന് നല്ല ചൂട് പൊറോട്ടയും ബീഫ് റോസ്റ്റും വാഴയിലെ പൊതിഞ്ഞു വാങ്ങി അവൻ. തന്റെ കുഞ്ഞിപ്പെങ്ങൾക്ക് ഓരോന്നും വാങ്ങിക്കൊടുക്കാൻ അവൻ അത്രയും ഇഷ്ടമായിരുന്നു. തന്നെ കാണുമ്പോൾ ദേഷ്യത്തോടെ മുഖം തിരിച്ച സ്വന്തം പെങ്ങളെ അവൻ വേദനയോടെ ഓർത്തുപോയി. താൻ വാങ്ങിക്കൊടുക്കുന്നതിലേക്ക് തിളങ്ങുന്ന മിഴികളോടെ നോക്കുന്നവളെ കാണാൻ അവൾക്ക് ഇതൊന്നും മുൻപ് ആരും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാകില്ല എന്ന് ഡെറിക്ക് മനസ്സിലായിരുന്നു.
അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അവൻ അവൾക്കായി പുതിയ പുതിയ വിഭവങ്ങൾ വാങ്ങി വരും. ഡെവിയുടെ കാറ് പോർച്ചിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന് ഡെറിക്ക് മനസ്സിലായി. ഹാളിൽ ഡെവിയെ കാണാതെ വന്നതും അവന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. സാധാരണ അവൻ അവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുക. ചെറിയ സംശയത്തോടെ ഡെറി നേരെ ചെന്ന് ഡെവിയുടെ മുറിയിലേക്കായിരുന്നു. കഥകൾ കൊട്ടുകേട്ടത് സോഫയിലിരുന്ന് ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡെവി ലാപ്പിൽ നിന്നും തല ഉയർത്തി. ബെഡിൽ ചുരുണ്ടുകൂടി സുഖമായി ഉറങ്ങുന്നവളെ നോക്കി അവൻ ശ്വാസം എടുത്തു വിട്ടു. അവന്റെ ഒപ്പം കയറി കിടന്നവൾ ഇതുവരെ ആയിട്ടും എഴുന്നേറ്റില്ല. നേരത്തെ ഉണർന്ന ഡെവി അവളെ ശല്യം ചെയ്യാനും പോയില്ല. ഒന്ന് ഫ്രഷായി ലാപ്പ് എടുത്ത് പുറത്തേക്ക് പോകാനായി ഡെവി ഒരുങ്ങിയെങ്കിലും എന്തോ അവളെ ആ റൂമിൽ ഒറ്റയ്ക്കാക്കി പോകാൻ അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് അവിടെ തന്നെയുള്ള സോഫയിലിരുന്ന് അവൻ തന്റെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്.